Gopi ma'am for the presidential address. ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച കേരളത്തിന്റെ കൃഷി മുഖ്യമന്ത്രി അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ ചടങ്ങിനെ ആമുഖമായി സ്വാഗതം പറഞ്ഞ നമുക്കെല്ലാവർക്കും പ്രിയങ്കരെ നമ്മുടെ പ്രധാന അധ്യാപിക പ്രിൻസിപ്പൽ വേദിയിൽ ഇന്ന് ഈ പരിപാടി വൻ വിജയകരമാക്കുന്നതിന് വേണ്ടി ഇവിടെ മാഗസിൻ പ്രകാശനം ചെയ്യാനുള്ള ഗ്രാമപഞ്ചായത്തിലെ അധ്യക്ഷനായ കിഷോർകുമാർ, ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയായ സി മോഹൻദാസ്, അതിലുപരി ഈ ചടങ്ങിൽ സ്കൂളിന്റെ എല്ലാ നിലവാരത്തിൽ പ്രവർത്തിക്കാൻ നമ്മളോടൊപ്പം പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട ശ്രീ ജോസ് വള്ളൂർ, EMS മുരളീധരൻ, അന്തിക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ജ്യോതി രാമൻ, അരുൺ പയ്യൂർ വാർഡ് മെമ്പർ സബിത പ്രസാദ്, അങ്ങനെ ഒട്ടനവധി ജനകീയ പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ എനിക്കിപ്പോൾ തോന്നുന്ന കേരളത്തിലെ കാർഷിക മേഖലയെ സംരക്ഷിക്കാൻ വലിയൊരു ശതമാനം സ്കൂളുകളും വിദ്യാർത്ഥികളും അധ്യാപകരും രംഗത്ത് ഇറങ്ങി കഴിഞ്ഞു എന്നുള്ള വലിയൊരു ബോധ്യം എനിക്ക് ശ്രീസായി സ്കൂളിൽ വന്നപ്പോൾ ഞങ്ങളോടൊപ്പം ഞാൻ അല്പം വൈകി വളരെ ക്ഷമയോടുകൂടി തന്നെയാണ് ഞാൻ സദസ്സിനോട് പറയുന്നത്. മിനിസ്റ്ററുടെ എത്താൻ നേരം ഞാൻ മെഡിക്കൽ ക്യാമ്പിലായിരുന്നു പള്ളി. അതിനുശേഷം പ്രിപ്പയർ എത്തിയിരുന്നൊരു പരിപാടിയായിരുന്നു, അവരും നമ്മളെ കാത്തു നിൽക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ വളരെ വേഗത്തിൽ ഇവിടെ ഓടിയെത്താൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് ഇവിടെ വന്നതും ഈ സാന്നിധ്യം കുറച്ച് സമയം ഇവിടെ ചെലവഴിക്കാൻ കഴിഞ്ഞതും ഒരു പക്ഷേ കാർഷിക മേഖലയെ കുറിച്ച് കുറെ കൂടി പറയാൻ എനിക്കൊരു പഠനം ഒരവസരമായി ഈ സ്കൂളിൽ എത്തിയപ്പോൾ എനിക്ക് കിട്ടിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്നത്തെ കാലത്തിൽ ആരോഗ്യ രംഗത്ത് വളരെയധികം പ്രതികൂലമായിട്ടുള്ള സ്ഥിതിവിശേഷം നമ്മുടെ നാട്ടിലുണ്ട്. ശ്രീസായി വിദ്യാപീഠം എന്ന് പറയുന്ന സ്കൂൾ അന്തിക്കാടിന്റെ ഹരിതാപൂർണം എന്ന പദ്ധതിയുമായി കാർഷിക പ്രദർശന ബോധവൽക്കരണ ക്യാമ്പും പേരൻസിനും വിദ്യാർത്ഥികൾക്കും വലിയൊരളവിൽ സംഘടിപ്പിച്ച് നടത്തുന്ന ഒരു പൊതു സദസ്സ് ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഇവിടെ വളരുന്നതും മാറ്റം സൃഷ്ടിക്കുന്നതും വലിയൊരു സമൂഹത്തിലൂടെയാണ് എന്ന് നമ്മൾ തിരിച്ചറിയും. ഇന്ന് ഫാസ്റ്റ് ഫുഡിന്റെ കാലമാണ്. കല്യാണ സദ്യകളിലും മറ്റു പൊതുപരിപാടികളും നമ്മൾ എത്തുന്നതും നമ്മൾ കഴിക്കുന്ന ഭക്ഷണമായാലും എത്ര കണ്ട് ഗുണമേന്മയുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയുക. ഞാനെന്റെ ഒരു അനുഭവം പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ കല്യാണ ഫംഗ്ഷന്റെ ഭക്ഷണം അതൊന്നും ഞാനിവിടെ പറയുന്നില്ല. തീർച്ചയായിട്ടും ഞാൻ അവിടെ ഫംഗ്ഷൻ നടക്കുന്ന സന്ദർഭത്തിൽ കുടിക്കുന്ന വെള്ളം തികയാതെ വന്നപ്പോൾ തിളപ്പിച്ച വെള്ളത്തിൽ കല്യാണ ഫംഗ്ഷന്റെ ഹാളിലെ കൈ കഴുകുന്ന വാട്ടർ ടാപ്പിൽ നിന്ന് തിളപ്പിച്ച വെള്ളത്തിൽ ഈ വെള്ളം കൂടി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കൂട്ടിച്ചേർത്തിട്ടാണ് കൊടുത്തിരുന്നത്. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ചെയ്യരുത്, അത്രയും പെട്ടെന്ന് നിങ്ങൾ വെള്ളം തിളപ്പിച്ച് ഫാനിന്റെ അടിയിൽ ചൂടാറാൻ വയ്ക്കണം, എന്നിട്ട് നമ്മുടെ ആളുകൾക്ക് കൊടുക്കണം. വലിയ പ്രശ്നങ്ങളാണ്. ഡയറക്റ്റ് ടാങ്കിൽ നിന്ന് വരുന്ന വെള്ളം കൈകൊണ്ട് തിരിച്ച് പകർത്തി കൊടുക്കുന്നത്. അത് ചെയ്യരുത് എന്ന് ഞാൻ നേരിട്ട് കണ്ട് പറഞ്ഞപ്പോൾ അവരത് പൂർത്തിയായി. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, എല്ലാ പൊതുപരിപാടികളും നമ്മൾ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ശ്രദ്ധിക്കുക. വളരെയധികം ജാഗ്രത പുലർത്തുന്ന സാമൂഹ്യ പശ്ചാത്തലത്തിലൂടെ നമ്മൾ നടക്കും. മഞ്ജു വാര്യർ അതിനൊരു ഉദാഹരണമാണ്. അവരുടെ കർണാടകയിലൂടെ അഭിനയിച്ച ആ ഒരു സ്ത്രീ അവാർഡാരികളുടെ അന്യ സംസ്ഥാനത്ത് നിന്ന് വരുന്ന പച്ചക്കറിയിൽ ഒരു പക്ഷേ മരുന്നടിച്ച് തളിച്ച് സൂക്ഷിച്ചുകൊണ്ട് മാർക്കറ്റിലേക്ക് ആ സാധനം വിപണനത്തിലേക്ക് എത്തുമ്പോഴുണ്ടാകുന്ന നമ്മളെപ്പോലുള്ള ആളുകൾ തിരിച്ചറിയാതെ വന്നാൽ കഴിക്കുമ്പോഴുണ്ടാകുന്ന പ്രായോഗിക ശാരീരിക അസുഖത്തിന്റെ ബുദ്ധിമുട്ടുകൾ നമ്മൾ തിരിച്ചറിയണം. ആ തിരിച്ചറിവാണ് ഒരു നാടിന്റെ നന്മയ്ക്ക് വേണ്ടി, കേരളത്തിന്റെ കാർഷിക സംസ്കാരത്തിന് വേണ്ടി അന്യം നിന്ന് പോയ കേരളത്തിന്റെ ജൈവിക കാർഷിക സംസ്കാരത്തെ നമ്മൾ തിരിച്ചു കൊണ്ടുവരുന്നത്. അത് നമ്മൾ നമ്മുടെ കുടുംബത്തിലെ അമ്മമാർ ഏറ്റെടുത്ത് പോയാൽ തീർച്ചയായിട്ടും അന്തിക്കാട് വളരെയധികം
ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്ത് ഇതെല്ലാം സംക്ഷിപ്തമായി ആസിസിലെ എന്ന് വന്ന MLA മിനിസ്റ്റർ മിനിസ്റ്റർ ആമാശയ ക്യാൻസർ, മലദ്വാര ക്യാൻസർ, 2 ബ്രസ്റ്റ് എടുത്ത് ബ്രെയിൻ ട്യൂമർ, ബ്ലഡ് 5 വയസ്സ് പ്രായമുള്ള പടിഞ്ഞാറ്റുള്ള ചേർത്തിലേക്ക് കൊടുക്കണം. ഞങ്ങൾക്കൊന്നും സമയമില്ല, എങ്കിലും ശ്രമിക്കും, പരമാവധി ശ്രമിക്കും. നമ്മുടെ വീട്ടിലൊരു പൊള്ളി ഇഷ്ടമുണ്ടാക്കിയാൽ തന്നെ കട്ടൻ ചായ കുട്ടി കഴിക്കാൻ എന്തൊരു സ്വാദല്ലേ, വലിയ സ്വാദാണ്. അത് പുറത്തു പോയാൽ കിട്ടില്ല. അത്രയും സ്വാദിഷ്ടമായ ഭക്ഷണം ഉണ്ടാക്കാൻ സ്ത്രീകൾ പ്രബുദ്ധരാണ് എന്ന് തെളിയിക്കുന്ന എല്ലാത്തിനെയും സ്ത്രീ തിളങ്ങുന്ന ഒരു സ്റ്റാവന്യാണ്, ഒരു സംശയമില്ല. അതുകൊണ്ടല്ലേ യേശുദാസ് പാടിപ്പാട്ട് പൂമുഖമാതിക്കൽ സ്നേഹം വിളങ്ങുന്ന കുട്ടികളാണ് ഭാര്യ. ആ നയം, ആ നിലപാട്, ആ ദൗത്യം ചെയ്യാൻ നമ്മൾ പ്രാപ്തരാണ്. സത്യസന്ധമായി നീതി അല്ലെ? ആ ഒരു കർമ്മത്തിൽ സാക്ഷിയും രൂപത്തിൽ ലക്ഷ്മിയും അന്നദാനേശ്വരിയാണ് ഭാര്യ, അമ്മ, സഹോദരി. എല്ലാം തന്നെ നടിച്ചോടെ മനസ്സിലാക്കിപ്പോ ആ ഒരു പ്രവർത്തനം ഞങ്ങളെക്കാളൊപ്പം സംശയിക്കണം. ആ ഒരു പൊൻതിളക്കമായി കുഞ്ഞുങ്ങളായി എന്നും ജീവിത സഖ്യായി നമ്മൾക്കൊപ്പം അവരോടൊപ്പം ജീവിതം പങ്കാളിയാണെങ്കിൽ നന്മയും സന്തോഷവും നിറഞ്ഞ ജീവിതം പങ്കുവയ്ക്കാൻ നമ്മൾ പ്രാപ്തരാണെന്ന് തെളിയിച്ചു കൊടുക്കണം. അതിനെ ഇന്ന് ശ്രീസായി വിദ്യാപീഠം സ്കൂൾ എത്ര കണ്ടവരൊക്കെ ആശംസിക്കാൻ എനിക്ക് വാക്കുകളില്ല. കാരണം MPT പ്രസിഡന്റ് എന്റെ സുഹൃത്ത് വളരെ കായികതാണ്. ഇവിടെ MPT ഭാരവാഹി അമ്മ ഒരു പേരന്റാ, ഏറ്റവും നല്ല അത്ലറ്റിക് എന്തില് വോളിബോൾ ടീമില് കേരളത്തില് കോഴിക്കോട് ജില്ലയിൽ മലപ്പുറവുമായി ഏറ്റുമുട്ടി 1ാം സ്ഥാനത്തെത്തിയാണ്. അപ്പൊ ഞാൻ ഒരു കായിക തലത്തിലും നമ്മൾ സ്റ്റാറാണ് മടിക്കണം. അപ്പൊ ഏറ്റവും ഒരു 8 ടീമുണ്ട്. ഇവരെ ഞാൻ വളർത്തിക്കൊണ്ടുവരിക. മഞ്ജു വരെയാണ് അംഗീകാരം എന്ന് പറഞ്ഞാലും നടുവേദന, കാലുവേദന, കഴുത്തുവേദന, പെരടി വേദന. ഒരു സുപ്രഭാതത്തിലെ ഏറ്റവും പ്രായമായി ഇവരൊക്കെ ഈ ഫീൽഡിലിറങ്ങുമ്പോൾ ഇപ്പോ കോഴിക്കോട് ജില്ലയിലെ അട്ടിമറിച്ച് വിജയം കൈവരിച്ചിട്ട വോളിബോൾ താരങ്ങളായിട്ടുള്ളത് കുടുംബിനികൾ. അടിവരയിട്ടോ കുടുംബിനികൾ. അപ്പൊ ഏതോ രംഗത്തും നമുക്ക് നല്ല രീതിയിൽ ഇടപെടാനും തിളങ്ങാനും നീതിപൂർവ്വം സത്യസന്ധം അല്ലെ ആ രീതിയിൽ മുന്നേറാൻ സ്ത്രീ സമൂഹത്തിനെ സത്യസന്ധമായി നല്ലൊരു പൊടിക്കൈ നമ്മുടെ കയ്യിലുള്ളത് സമൂഹത്തിന് പകർന്നു കൊടുക്കാൻ ഇന്ന് ഈ വിദ്യാലയത്തിൽ നടത്തിയ കാർഷിക സംരംഭവും ഒപ്പം തന്നെ ബോധവൽക്കരണ പരിപാടിയും പ്രദർശനം വിദ്യാർത്ഥികളോടൊപ്പം രാപ്പകലില്ലാതെ മനസ്സറിഞ്ഞുകൊണ്ട് എല്ലാം മറന്നുകൊണ്ട് വിദ്യാർത്ഥികളും അധ്യാപകരും പേരൻസും ഒന്നാണെന്ന് തിരിച്ചറിഞ്ഞ ഈ വിദ്യാലയത്തിന്റെ പടികൾ ഇനി ഏറെ ദിവസങ്ങളോളം ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഈ വിദ്യാലയത്തിന് ഒരു അംഗീകാരം സംസ്ഥാന തലത്തിൽ കൊടുക്കാൻ MLA എത്രയോ വർഷം പഴക്കമുള്ള നെല്ല് സംഭരണം പോലും അത് ശേഖരിച്ച് ഒരു അവയർനെസ് നമ്മുടെ വിദ്യാർത്ഥികൾ നടത്തിയ രാഷ്ട്രീയമായിട്ടില്ല. അത്രയും വിദ്യാർത്ഥികളും അധ്യാപകരും അമ്മമാരും രാപ്പകലില്ലാതെ അധ്വാനിച്ചതിന്റെ ഫലം ഈ ക്ലാസ് മുന്നിൽ കണ്ടു. അധ്വാനം എന്തിനും സഫലമാണ് എന്നുള്ളതിന്റെ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് MLA 1000 അഭിവാദ്യങ്ങൾ നന്ദി കടപ്പാടും അറിയിച്ചുകൊണ്ട് I would like to call upon our magnanimous district panchayat member, Srimati Shinki Mohandas, for giving the seat to school leader and our PTA vice president, Mrs. Linda. ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു
നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഇത് പ്രാണവായുവിനായി നടുന്നു, ഇത് മഴക്കായി തൊഴുതു നടന്നു. ഇതു പ്രാണവായുവിനായി നടുന്നു, ഇതു മഴയ്ക്കായി തൊഴുതു നടന്നു. അഴകിനായി തണലിനായി തേൻപഴങ്ങൾക്കായി 100 തൈകൾ ഇറങ്ങു നടന്നു. അഴകിനായി തണലിനായി തേൻപഴങ്ങൾക്കായി 100 തൈകൾ തിരിഞ്ഞു നടന്നു. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി. ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ചൊരിയും മുലപ്പാലിനോർമ്മയുമായി പകരം തരാൻ കൂപ്പുകൈ മാത്രമായി. ചുരിയും മുലപ്പാലിനോർമ്മയുമായി പകരം തരാൻ കൂപ്പുകൈ മാത്രമായി. ഇതു ദേവി ഭൂമിതൻ ചൂടൽപ്പ മാറ്റാൻ നിറകണ്ണുമായി ഞങ്ങൾ ചെയ്യുന്ന പൂജ. Now, let me invite to the podium our Honorable Panchayat President, Sri Kishore Kumar Sir, for felicitation. പ്രിയപ്പെട്ട മീറ്റിംഗിന്റെ അധ്യക്ഷ നമ്മുടെ ബഹുമാനിയായ MLA ഗീത ഗോപി, ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത കേരളത്തിന്റെ തൃശൂർ മന്ത്രി ശ്രീ PS സുനിൽകുമാർ, വേദിയിലിരിക്കുന്ന പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജ്യോതിരാമൻ, മെമ്പർ സരുൺ ബൈജു, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സബിത, ജില്ലാ പഞ്ചായത്ത് അംഗം സിജി മോഹൻദാസ് അടക്കമുള്ള പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, നാട്ടുകാരെ, ശ്രീ സായി വിദ്യാപീഠ സ്കൂളിലെ ഞാനിത് 3ാം തവണയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ആയതിനു ശേഷം എത്തിച്ചേരും വിവിധ പരിപാടികളിലെ. ഇന്നത്തെ പരിപാടി ഇവിടെ നേരത്തെ പ്രസംഗിച്ചവർ പറഞ്ഞതുപോലെ ഏറ്റവും അഭിനന്ദനാർഹവും മറ്റ് സ്ഥാപനങ്ങൾക്ക്, സ്കൂളുകൾ അടക്കുന്ന സ്ഥാപനങ്ങൾക്ക് അനുകരിക്കാവുന്നതുമായ ഏറ്റവും നല്ല പരിപാടിയാണ് നമ്മുടെ ഈ സ്കൂൾ പിന്നെ നിർവഹിച്ചത്. ഇവിടുത്തെ അമ്മമാരുണ്ടാക്കിയ പലഹാരങ്ങൾ കഴിച്ചു, കുട്ടികൾ തയ്യാറാക്കിയ വിത്തുകളും ചെടികളും ഒക്കെ കണ്ടപ്പോൾ ഒരു പഴയ കാലഘട്ടത്തിലേക്കാണ്, എൻ്റെയൊക്കെ ചെറുപ്പകാലത്തിലേക്കാണ് അതുപോലെ പോയത്. ഇങ്ങനെ ഒരു കാലം ഇനി തിരിച്ചു വരുമോ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. കാർഷിക രംഗത്ത് നമ്മുടെ സംസ്ഥാനത്ത് ഒരു പുതിയ മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ ഗവൺമെന്റ് അതീവ തീവ്രമായ ശ്രമം നടത്തുന്നു. ആ ശ്രമം വിജയിക്കണമെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ എല്ലാ മേഖലയിലുമുള്ള ജനവിഭാഗം അവരുടേതായ സംഭാവനകൾ നൽകേണ്ടിയിരിക്കും. അത് സ്കൂളുകളായാലും ശരി, ഗ്രാമപഞ്ചായത്തുകളായാലും ശരി, ഇതര സ്ഥാപനങ്ങളും വീടുകളും ഓരോ വ്യക്തിയും എന്നോണം നമുക്ക് ഉള്ള സമയം ചെലവഴിച്ചുകൊണ്ട് ഒരു തയ്യെങ്കിലും നട്ടു വളർത്താൻ നമ്മൾ തയ്യാറായാൽ നമ്മുടെ കേരളത്തിൽ വലിയ മാറ്റം കാർഷിക രംഗത്ത് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. നമുക്ക് ഒരുപക്ഷെ തോന്നും, ഞാനിപ്പോ ഒരു പച്ചമുളക് നട്ട് ഉണ്ടാക്കിയെടുത്താൽ അതുകൊണ്ട് എന്ത് കിട്ടാനാണ്? അത് നമ്മുടെ കുടുംബത്തിൽ മാത്രമല്ല, നമ്മുടെ സംസ്ഥാനത്തിൽ തന്നെ വലിയ സംഭാവനയാണ് അതിലൂടെ നമ്മൾ നൽകുന്നത്. എന്നാൽ അതിലേക്ക് ഇപ്പൊ കുറെയൊക്കെ ആളുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ എല്ലാവരും എല്ലാതും വാങ്ങാം, മേടിക്കാം, കടകളിൽ നിന്ന് മേടിക്കാം എന്നുള്ള ആ ചിന്ത വിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്ത് ഉണ്ടാക്കാം എന്നുള്ള രീതിയിലേക്ക് കുറെ ആളുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ആ ചിന്ത കൂടുതൽ ബലവത്താകാൻ ഇത്തരം പരിപാടികൾ വളരെ സഹായകരമാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിന് മാറ്റമുണ്ടായാലേ നമ്മുടെ സംസ്ഥാനത്തിന് വികസനം ഉണ്ടാകുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ സംസ്ഥാനം കടം കൊടുക്കുന്ന ഒരു
അധ്യക്ഷത വഹിച്ച കേരള ഗീതാഗോപി, വേദിയിലെ അരിപ്പൂർ അധികാരി ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് കിഷോരേട്ടൻ, വൈസ് പ്രസിഡന്റ് ജ്യോതിരാമൻ, ബ്ലോക്ക് പഞ്ചായത്തിന്റെ സന്ധ്യേച്ചി, ഈ വാർഡിന്റെ മെമ്പർ സലൂൺ, വേദിയിലെ മറ്റ് വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട അധ്യാപകരെ, PTA അംഗങ്ങളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ശ്രീ സായി വിദ്യാപീഠത്തിന്റെ ഹരിതാർപ്പണം ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഇവിടെ അതിന്റെ പ്രവർത്തനം തന്നെ നടത്തിയിരിക്കുന്നത്. മറ്റ് സ്കൂളുകളിൽ നിന്ന് വ്യത്യസ്തമായി തന്നെ ഇവിടെ വന്നപ്പോൾ ഞാൻ ഇത്തിരി നേരത്തെ ഇവിടെ എത്തുകയുണ്ടായി. ആദ്യമായിട്ടാണ് ഞാൻ ഈ സ്കൂളിലേക്ക് തന്നെ എത്തുന്നത്. അതുകൊണ്ട് എല്ലാവരുടെയും നടന്ന് കണ്ട് മുന്നേ തന്നെ എനിക്കൊരു അവസരം ലഭിച്ചു. അത് നേരത്തെ വന്നതുകൊണ്ടാണ് എനിക്ക് സാധിച്ചത് എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് എല്ലാ സ്റ്റാളിലും പോയി ഞാൻ കണ്ടിരുന്നു. എങ്കിലും എത്രയും മനോഹരമായിട്ടാണ് അതായത് ഇവിടുത്തെ രക്ഷിതാക്കളാണ് അത് മുൻകൈയെടുത്തുകൊണ്ട് ഏറ്റവും മനോഹരമായി നല്ല ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മുടെ മക്കൾക്ക് അത് എന്നും അല്ലെങ്കിൽ നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അത് പാചകം ചെയ്ത് നമ്മുടെ മക്കൾക്ക് കൊടുത്തുകൊണ്ട് അവരുടെ ആരോഗ്യപരമായിട്ടുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നതിന് നമുക്ക് ഏറ്റവും ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ ആഹാര സാധനങ്ങളുടെ ആ സ്റ്റാളുകൾ നമ്മൾ എനിക്ക് മനസ്സിലാക്കി. അതിന് തൊട്ടപ്പുറത്ത് തന്നെ നമ്മൾ കാർഷിക രംഗത്ത് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കേണ്ട ഒരു പഞ്ചായത്ത് തന്നെ നമ്മുടെ അത്തിക്കാട് പഞ്ചായത്ത് എന്നുള്ളത് നമ്മൾക്ക് ആ യാഥാർത്ഥ്യം നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഏറ്റവും ബഹുമാനപ്പെട്ട കൃഷിമന്ത്രിയുടെ വീട് നമ്മളുടെ ഈ അത്തിക്കാട് പഞ്ചായത്തിലാണ്. അതിനെ ഈ പഞ്ചായത്തിൽ തന്നെ അല്ലെങ്കിൽ ഈ സ്കൂളിൽ തന്നെ അതിന്റെ ഒരു തുടക്കം കുറിച്ചുകൊണ്ടുള്ള ഒരു ഹരിതാഭമായിട്ടുള്ള ഒരു പഞ്ചായത്ത് അല്ലെങ്കിൽ ഈ വാർഡ് ഉണ്ടാക്കുന്നതിന് തന്നെയുള്ള ഒരു മുന്നൊരുക്കമാണ് ഈ സ്കൂൾ നടപ്പിലാക്കിയിട്ടുള്ളത്. അതിന് തക്കതായിട്ടുള്ള അവർക്ക് വേണ്ട എല്ലാ ചെടികളും അതായത് നമ്മൾക്ക് കാർഷിക രംഗത്ത് ചെയ്യേണ്ട എല്ലാ നമ്മൾക്ക് പച്ചക്കറി തൈകളും ഒക്കെ തയ്യാറാക്കിക്കൊണ്ടാണ് ഈ സ്കൂള് അല്ലെങ്കിൽ